നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് നല്ല ഇലക്ട്രിക് കാറുകൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമെന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹാരിയർ .EV ആണ്. അതിനു മുമ്പ് തന്നെ മഹീന്ദ്രയുടെ BE6 XEV9e എന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ ലോഞ്ച് ചെയ്തു. യഥാർത്ഥത്തിൽ എന്താണോ പ്രോട്ടോടൈപ്പ് കാണിച്ചത്, അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ മോഡൽ എന്താണോ കാണിച്ചത്, അത് തന്നെയായിരുന്നു XEV9eൻ്റെ കേസിലും, അതായത് BE6ൻ്റെ കേസിലൊക്കെ അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വന്നപ്പോൾ, ഇത്രയും അധികം ടോർക്കുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വന്നപ്പോൾ വളരെയധികം അത്ഭുതമാണ് തോന്നിയത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇലക്ട്രിക് കാറുകളുടെ പ്രചാരം ഇന്ത്യൻ മാർക്കറ്റിൽ കൂടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടി വരുന്നുണ്ട്. എന്നാൽ അഫോർഡബിൾ റേഞ്ചിലുള്ള ഇലക്ട്രിക് കാറുകളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അത്തരം കാറുകൾക്ക് വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യണം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജൂലൈ മാസം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റ ബ്രാൻഡുകളെ നമ്മളൊന്ന് റാങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു കലണ്ടർ വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിറ്റ ഒരു മാസമാണ് 2025 ജൂലൈ എന്ന് പറയുന്നത്. 15,423 യൂണിറ്റുകൾ ടോട്ടൽ ഈ ഒരു മാസം 2025 ജൂലൈ മാസത്തിൽ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, പുതിയ വാഹനങ്ങൾ ലോഞ്ച് ചെയ്തു. അതായത് ഹാരിയർ, അത് മാത്രമല്ല MGയുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരുപാട് നല്ല വാഹനങ്ങൾ വരാൻ പോകുന്നുണ്ട്. യപ്പ് എന്ന് പറയുന്ന ഒരു വാഹനം, അതായത് നമ്മളിപ്പോൾ ബൗജിങ്ങിൻ്റെ യപ്പ് എന്ന് പറയുന്ന വാഹനം, ഇവിടെ അത് ഏത് പേരിൽ വരും എന്ന് നമുക്കറിയില്ല. അത്തരം വാഹനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും മഹീന്ദ്രയുടെ BE6 XEV9e എന്ന വാഹനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അതായത് ഡെലിവറി കൊടുത്തത് 2025 ജൂലൈ മാസമാണ്. 2025 ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾ തന്നെയാണ്. ജൂലൈ മാസത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് മൊത്തത്തിൽ 6,019 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 2024 അവരുടെ ഒരു മാർക്കറ്റ് ഷെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 67%, പക്ഷേ അത് കുറഞ്ഞിട്ട് 38% വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ടാറ്റ മോട്ടോഴ്സിന് ഒന്നും സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ നല്ല കോമ്പറ്റേറ്റീവ്സ് വന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ടാറ്റ മോട്ടോഴ്സിൻ്റെ വരാൻ പോകുന്ന ആൾട്രോസ് EV ഉണ്ട്. അത് മാത്രമല്ല സഫാരിയുടെ EV വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സിയറയുടെ EV. ഇത്തരം വാഹനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിക്ക് കോമ്പറ്റീഷൻ കൂടും. അതുമാത്രമല്ല ടാറ്റയുടെ സെയിൽ തീർച്ചയായിട്ടും ഉയർന്നു പോകും. സർവീസിൽ മാത്രം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തീർച്ചയായിട്ടും സർവീസ് നന്നായാൽ ടാറ്റ മോട്ടോഴ്സ് തീർച്ചയായിട്ടും ഇന്ത്യൻ വാഹന വിപണിയിൽ ചരിത്രം കുറിക്കും. അത് 100% ഉറപ്പ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ JSW MG മോട്ടോർ ഇന്ത്യ, അവർ 2025 ജൂലൈ മാസം 5,061 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു മുന്നേറ്റമാണെന്ന് പറയാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ശതമാനം എന്ന് പറയുന്നത് ഡബിൾ ആയിട്ടുണ്ട്. 16% ആയിരുന്നു 2024 ജൂലൈ മാസം ഇവരുടെ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. അത് ഡബിൾ ആയിട്ട് 32%ലേക്ക് എത്തി എന്നുള്ളത് തികച്ചും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യൻ മാർക്കറ്റിൽ MGയുടെ വാഹനങ്ങൾ കിട്ടിയ ഒരു സ്വീകാര്യതയാണ്. യഥാർത്ഥത്തിൽ വിൻസറൊക്കെ വന്നതോടുകൂടി നല്ല കോമ്പറ്റീഷനാണ് മറ്റു വാഹനങ്ങൾക്ക് ഇത്തരം വാഹനങ്ങൾ കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, MG മോട്ടോർ ഇന്ത്യ അല്ലെങ്കിൽ JSW MG മോട്ടോർ ഇന്ത്യ, അവരുടെ വാഹനങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ബൗജിങ്, അതുമാത്രമല്ല വൂളിങ്, അങ്ങനെയുള്ള കമ്പനികളിൽ ഓടിത്തെളിഞ്ഞ വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ്. എക്സ്പെഷ്യലി ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് കാറുകളുടെ കേസാണ്. ഇനി മഹീന്ദ്രയുടെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് മഹീന്ദ്രയിൽ നടക്കുന്നത്. മഹീന്ദ്രയ്ക്ക് 2025 ജൂലൈ മാസം 2,810 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ യഥാർത്ഥ ഓർഡറുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ നമ്പറാണ്. അവരുടെ BE6 XEV9e അങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം ഒരുപാട് ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും വാഹനങ്ങൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും മഹീന്ദ്രയുടെ സെയിൽ നമ്പർ തീർച്ചയായിട്ടും ഉയരും. പക്ഷേ ഇയർ ഓൺ ഇയർ ഒരു ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്ര 8% കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത്. അതിൽ നിന്നും 17% ഉയർന്നു എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഹ്യുണ്ടായുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ജൂലൈ മാസം 610 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജൂണിലേക്ക് നോക്കുമ്പോഴത്തേക്കും 542 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം വലിയൊരു ഡിഫറൻസ് ഇല്ല. ക്രെറ്റ EV ആണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിൽപ്പന
വിൽപ്പന മൂല്യമുള്ള ഒരു വാഹനം എന്ന് പറയാം EVയുടെ കേസിൽ. BYDയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 457 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മെയിലാണെന്നുണ്ടെങ്കിൽ 527, ജൂണിലേക്ക് വന്നപ്പോഴത്തേക്കും 504. അപ്പോൾ BYDയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് BYD ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ അവരുടെ ഗ്രാഫ് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വലിയ വാഹനങ്ങൾ എന്ന് പറയുന്നത് വലിയ വിലയുള്ള വാഹനങ്ങളാണ് അവർക്ക് നിലവിലുള്ളത്. അഫോർഡബിൾ റേഞ്ചിലേക്കുള്ള വാഹനങ്ങൾ ഇപ്പം BYDയുടെ സീഗൾ എന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധാരണക്കാർക്ക് ഹെൽപ്പായിരിക്കും. അത്തരത്തിൽ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BYDയുടെ വാഹനങ്ങളുടെ സെയിൽ നമ്പർ കൂടും. അത് 100% ഉറപ്പാണ്. ഇനി കിയയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ജൂലൈ മാസം 57 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മികച്ച ഒരു തുടക്കം എന്ന് തന്നെ പറയാം. കാരണം കിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്ന വാഹനം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല അപ്രിഷിയേഷനാണ് മാർക്കറ്റിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത്. പക്ഷേ സിട്രോയിൻ്റെ കേസ് അങ്ങനെയല്ല. സിട്രോയിൻ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഇനി ഒരുപാട് നല്ല ടെക്നോളജിയിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം. കാരണം സിട്രോയിൻ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല നല്ല സസ്പെൻഷനൊക്കെ ഉള്ള ഒരു വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ്, അത് മാത്രമല്ല സർവീസ് ശൃംഖലകൾ അത് രാജ്യവ്യാപകമായിട്ട് വളർത്തിക്കൊണ്ടുവരണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിട്രോയിൻ തീർച്ചയായിട്ടും ഉയർന്നു വരും. അത് 100% ഉറപ്പാണ്. 41 യൂണിറ്റുകളാണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ജനുവരി മാസമാണ് 2025 ജനുവരിയിൽ ഞെട്ടിക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ സിട്രോയിന് വന്നു. അത് 274 യൂണിറ്റുകളാണ് ആ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം, അതായത് 2025 ജൂലൈ എന്ന് പറയുന്ന മാസം, ഓഗസ്റ്റ് അല്ല ജൂലൈ എന്ന് പറയുന്ന മാസം 15,423 യൂണിറ്റുകൾ മൊത്തത്തിൽ ടോട്ടൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കാൻ കഴിഞ്ഞു. അത് സിംഹഭാഗവും വന്നിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിൽ നിന്നും മഹീന്ദ്രയിൽ നിന്നും, അതുമാത്രമല്ല JSW, MG മോട്ടോർ ഇന്ത്യ, ഈ 3 കമ്പനികളിൽ നിന്നാണ്. പക്ഷേ ലക്ഷറി വിഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും BMW ആണ് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത്. BMWനെ ഫോളോ ചെയ്തുകൊണ്ട് ബെൻസ് കൊണ്ട് BMW 233 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർ വിറ്റു. പക്ഷേ ബെൻസിലേക്ക് വരുമ്പോഴത്തേക്കും ബെൻസ് 85 യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മൊത്തത്തിൽ EVയുടെ ഒരു ഗ്രോത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ജൂലൈയും 2025 ജൂലൈയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 93% ഒരു വർധനവ് ഉണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.